ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമേൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണ്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്കൊരു 3 ഏലക്കായ, 3 ഗ്രാമ്പു, പിന്നെ ഒരു 2 ചെറിയ പീസ് പട്ട, പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ. ഇപ്പോൾ സവാള വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ മാറി വരുന്നവരേക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ. ഇപ്പോൾ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് 1 ക്യാരറ്റും 1 ഉരുളക്കിഴങ്ങും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ 3 പച്ചമുളക് ഇതുപോലെ നടുകെ കീറിയതും, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം, നല്ല തിളച്ച വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചാണ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങാപ്പാലിൻ്റെ പൊടിയാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ പൊടി എടുത്താണ്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാണ് നന്നായിട്ടൊന്ന് കലക്കി വെക്കുകയാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ എത്രയും നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ വെജിറ്റബിൾസൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ, നന്നായിട്ട് തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ ഇത്രയൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള നമ്മളെ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാനായിട്ട് ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ ഇടിയപ്പം, വെള്ളപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗായ്സ്.